എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. ആ പുതുവർഷ ഫലത്തിൽ വൃശ്ചികൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്ര രാശിക്കാരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അവരുടെ ജന്മരാശിയുടെ 9-ലും, ശനി 5-ലും, കേതു 10-ലും, രാഹു 4-ലുമാണ് സഞ്ചരിക്കുന്നത്. വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ്. കഴിഞ്ഞൊരു വർഷം ഇവർക്കെല്ലാം പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി ഈശ്വരാധീനവും ഭാഗ്യവും സമ്പത്തും സൽകീർത്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് വരുന്നത്. 5-ലെ ശനി ദോഷമൊന്നും ചെയ്യുന്നില്ല, എങ്കിലും ചെറിയ മനക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കർമ്മരംഗത്ത് പുരോഗതി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അനുകൂലമല്ലാത്ത ചില ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പക്ഷേ എങ്കിലും വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും. അതോടൊപ്പം തന്നെ സന്താന ഗുണം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതായത് സന്താനത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും, സന്താനങ്ങൾക്ക് മേൽഗതി, സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുക, സന്താനങ്ങളുടെ വിവാഹം എന്നിവയിലൂടെയൊക്കെ മനസ്സുഖവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവിൽ അനുകൂല സമയമാണ്. പക്ഷേ എങ്കിലും അവരവരുടെ രംഗങ്ങളിൽ കൂടുതലായിട്ട് പ്രയത്നിക്കേണ്ടി വരുന്ന ഒരു സമയവും കൂടിയാണെന്ന് അറിയുക. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചകളിൽ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജന്മജാതകം കൂടി പരിശോധിച്ച് നിങ്ങൾക്ക് നല്ല ദശാകാലമോ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുണാനുഭവങ്ങൾ ഏറിയിരിക്കുന്നതും ആയിരിക്കും. വൃശ്ചികൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.